ചോദിച്ചു എവിടേക്കാ പോണേന്ന്. ശരിക്കും നമ്മൾ എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. സസ്പെൻസ് ആണോ? കുറച്ച്. ഓഹോ, എത്ര നേരമായി ഒരുങ്ങാൻ തുടങ്ങിയിട്ട്? എന്തൊരുക്കം? നോക്കട്ടെ. ഇതിലും ഭേദം വൈറ്റ് വാഷ് ചെയ്യായിരുന്നു. അയ്യേ വൃത്തിയേട്. അമ്മേ, ഞങ്ങളെ രണ്ടുപേരെയും അത്താഴത്തിന് ക്ഷണിച്ചു അമ്മേ. അത് ഞങ്ങളെ പ്രസിന്റെ തൊട്ടടുത്തുള്ള തുണിക്കടക്കാരൻ കണാരൻ, അല്ലല്ല ദാമോദരൻ. എങ്കിൽ പിന്നെ തങ്കമണിയെ കൂടെ വിളിച്ചൂടെ? ഒപ്പം വരാൻ അവക്കും ആശ കാണുമല്ലോ. ഞാനും അത് ചോദിച്ചത് അമ്മേ. അത് അമ്മേ, ദാമോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും മാത്രം മതി എന്ന് ദാമോദരൻ പ്രത്യേകം പറഞ്ഞു. അല്ലേ? പോവാ ശോഭേ, നമുക്ക് പോവാ. എന്നാലും തങ്കമണി കൂടി. അത് നമുക്ക് നാളെ വിളിക്കാം. എവിടേക്ക്? നാളെ വേറൊരു ഡിന്നർ ഉണ്ട്, അപ്പൊ വിളിക്കാം. പോട്ടെ ശോഭേ. അമ്മേ വാ വാ. അല്ല വാ ശോഭേ, പോട്ടെ. പോട്ടെ അമ്മേ. പാർട്ടിയും കീർത്തിയൊന്നും അല്ല, അത് ഞാൻ നുണ പറഞ്ഞതാ. കല്യാണം കഴിഞ്ഞാലെങ്കിലും അമ്മ കുറച്ചെങ്കിലും സ്വാതന്ത്ര്യം തരണ്ടേ? നമ്മളിപ്പോ സ്റ്റുഡിയോ പോയി ഒരു ഫോട്ടോ എടുക്കുന്നു, പിന്നെ ഒരു സിനിമ. ഓ, സിനിമയ്ക്ക് പോകുന്നുണ്ടോ? അല്ല, ദിനേശ് ചേട്ടന്റെ തലയിൽ ഇപ്പോഴും വേനുണ്ടോ? ഞാൻ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു. ഈ ബോള് ഹെഡ് ചെയ്ത് എന്റെ തലയ്ക്ക് നല്ല ഉറപ്പാ. എന്നിട്ടൊന്ന് അടി കിട്ടിയപ്പോ ഭയങ്കരമായിട്ട് നിലവിളിച്ചല്ലോ. അത് പിന്നെ ഓർക്കാപ്പുറത്തുള്ള അടിയല്ലേ, ആരായാലും നിലവിളിച്ചു പോവില്ലേ? ശരിക്കും അന്ന് എന്തിനാ അലമാരക്കകത്ത് കയറിയത്? അത് എനിക്ക് ശരിക്കും പിടികിട്ടിട്ടില്ലേട്ടാ. ഇനി അങ്ങോട്ട് ഇടത് ഭാഗത്തേക്ക് നോക്കണ്ട, കുറെ വഷളന്മാര് താമസിക്കുന്ന വീടാ അത്. നോക്കണ്ടെന്നല്ലേ പറഞ്ഞത്? വഷളന്മാരെന്ന് വെച്ചാ? മഹാവഷളന്മാര്, കള്ളുകൂടിയന്മാർ, കഞ്ചാവ് വലിയന്മാർ. കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി, അയ്യോ കാക്കച്ചി കൊത്തി പോയി, അയ്യോ പാട്ട് ഏത് സിനിമയില്? ദ്രോഹികൾ. അങ്ങനെ ഒരു സിനിമയില്ലല്ലോ. അത് നായര് പിടിച്ച പിടിയാലേ പാട്ടാ. ഏത് കുന്നത്തല പാട്ടങ്ങളാവട്ടെ, നടക്ക്.